ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നല്ലൊരു ബീഫ് പെപ്പർ റോസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലില്ലാത്ത ബീഫായാലും കുഴപ്പമില്ല, നല്ല ഇളയ ടൈപ്പ് ബീഫ് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് നമ്മളെ ബീഫ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ പെപ്പർ വേണം, 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, 1.5 ടീസ്പൂൺ വലിയ ജീരകം, 2 പട്ട, 3-4 ഗ്രാമ്പു, പിന്നെ 2 ഏലക്ക. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഉലുവ വേണം, അതെടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചെടുത്തത്, 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചെടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് ചെറിയുള്ളി വേണം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, കറി ലീവ്സ്, കോക്കനട്ട് ഓയിൽ, കുറച്ച് ഉപ്പ്. ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്പൈസസ് ഒക്കെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ചേർക്കുമ്പോൾ നമ്മൾ ബീഫിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ നിങ്ങൾ നോക്കണേ. അപ്പോൾ ഇതൊന്ന് നല്ല ചൂടായിട്ട് നല്ല മണം വരും. അപ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചിട്ടെടുക്കാം. ഇനി ബീഫിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലോട്ട് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസസ് കുറച്ച് ചേർത്ത് കൊടുക്കുക. 3 ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നമുക്ക് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് എല്ലായിടത്തൊന്ന് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് കുഴച്ച് വെക്കണം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ മാറ്റി വെച്ച ശേഷമാണ് നമ്മൾ ബീഫ് റോസ്റ്റ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ മസാലയൊക്കെ ഈ ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ മസാല പുരട്ടിയിട്ടുള്ള ബീഫ് ഒരു കുക്കറിലോട്ട് മാറ്റിയിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കണം. എന്നിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇത് വേകുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് കറി ലീവ്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ നമ്മൾ ഉലുവല്ലേ അതെടുത്ത് വെച്ചത് അതും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം, 1/4 കപ്പ്. കാരണം ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിനെ കൊണ്ട് അധികം വെള്ളം ചേർക്കരുത്. ഇതൊന്ന് വെന്ത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊരു 5 വിസിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ബീഫ് കറക്റ്റ് വെന്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതിലെ ബാക്കി വെള്ളം ഒന്ന് വറ്റിച്ചിട്ടെടുക്കാനും ബീഫ് റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ബീഫ് ഓൾറെഡി വെന്തിക്കണം. അപ്പോൾ ഒന്നും കൂടി ഈ വെള്ളമൊക്കെ വറ്റി വരാനേ ഉള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെറുതാക്കിയിട്ട് വറ്റിച്ചിട്ടെടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ബീഫൊക്കെ നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. ഇത് വറ്റി വരുമ്പോൾ നമുക്ക് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ആ പെപ്പറിൻ്റെ ഒക്കെ മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈ രീതിയിലാണ് നമ്മുടെ പെപ്പർ റോസ്റ്റ് എടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് താളിച്ചിട്ട് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ബീഫിന് ഇത് ചേർക്കുമ്പോൾ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്താൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് കറി ലീവ്സും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ബീഫ് റോസ്റ്റാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ബീഫ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കണേ. പിന്നെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.